ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇതര രാജ്യങ്ങളുമായി മത്സരിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ശാക്തീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ചർച്ചകൾ ചെയ്തു മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഓണക്കാല ടൂറിസ്റ്റ് ട്രെയിൻ വിമാനയാത്രാ പാക്കേജുകളുമായി IRCTC. തെക്കേപ്പുറം പ്രവാസി ഫുട്ബോൾ അസോസിയേഷന്റെ എലിസ്റ്റോ ടെഫ ഫുട്ബോൾ ടൂർണമെന്റിനായി താരലേലം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഇതര രാജ്യങ്ങളുമായി മത്സരിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ശാക്തീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. +1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട്ട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. +1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. ലോകം ഗ്ലോബൽ വില്ലേജായി മാറുകയും അകലം കുറയുകയും ചെയ്ത കാലത്ത് വിദ്യാഭ്യാസ രംഗത്തും അനുദിനം മാറ്റങ്ങൾ ഉണ്ടാകുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ലോകം സഞ്ചരിക്കുന്നതിനോടൊപ്പം നമുക്കും സഞ്ചരിക്കാനാവുകയും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഫലീകരിക്കാനാവുകയും വേണം. ഒരു പുതുയുഗ പുറവിയിലേക്കും വലിയ മാറ്റത്തിലേക്കും കേരളം കടന്നു വരണമെന്നും മന്ത്രി പറഞ്ഞു. സ്വപ്നം കാണുന്ന മേഖലകളിലും ചുമതലകളിലും എത്താൻ എല്ലാവർക്കും കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. അഡ്വക്കേറ്റ് വിദ്യാ ബാലകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK നവാസ്, തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രബിത ചീരോത്ത, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം EK രാമചന്ദ്രൻ, തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ T ദിവാകരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം സൂര്യ ജോഷിത്, ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ CM അസീം, കോഴിക്കോട് RDDS സുധ, PSC മുൻ അംഗം TT ഇസ്മായിൽ, പ്രിൻസിപ്പൽ ഫാത്തിമ ഹന്ന, പ്രധാനാധ്യാപിക നിഷ N ചിറയിൽ, K മധു, അബ്ദുൽ അസീസ്, EK അഖ്മൽ, NK അബ്ദുൽ സത്താർ, BT അനുപമ, അഭിലാഷ് കാവാട്ട് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ ഉണ്ടാകില്ലെന്നും കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞ പോലെ ക്യാബിനറ്റ് ചർച്ച നടത്തണം, പാർട്ടിയിൽ ചർച്ച നടത്തണം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുമായിട്ട് ഈ കാര്യത്തിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനം എടുക്കുള്ളൂ. അല്ലാതെ അങ്ങനെ ഏകപക്ഷീയമായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല. അദാനിയെ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. LDFന്റെ കാലത്ത് വീര്യം കുറഞ്ഞ മദ്യം എന്നത് ഉണ്ടായിരുന്നു. മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ നിൽക്കുന്നത് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടും ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടതാണ്. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലല്ലോ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ തുടക്കക്കാരാണ്? പിന്നെ മദ്യഷാപ്പിനെ കുറിച്ചൊക്കെ തന്നെ പറയുമ്പോഴെന്താ സ്ഥിതി? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി 28 മദ്യഷാപ്പിൽ നിന്ന് ഇപ്പോഴെത്രയാ 500
941 മറ്റോ പിന്നെ സോറി ഈ പറയുന്ന ലിക്കർ ഷോപ്പുകൾ തുടങ്ങിയിരിക്കില്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്ന കാര്യമില്ല. ഞങ്ങളല്ല തുടങ്ങിയിരിക്കുന്നത്. ക്രമാനുഗതമായിട്ടത് കുറച്ച് കൊണ്ടുവരണമെന്നായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ ആഗ്രഹവും ആശയമൊക്കെ തന്നെ. KPCCക്ക് വേണ്ടത് മുഴുവൻ സമയ പ്രസിഡന്റാണ്. തന്റെ അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിക്കും. കോൺഗ്രസിൽ ഒരാൾക്ക് ഒരു പദവി മതി, എല്ലാം ഒരാൾക്ക് തന്നെ നൽകേണ്ടതില്ല. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരി മാഫിയക്കെതിരെ നടപടി വേണമെന്ന മഹിളാ ഐക്യവേദി. ലഹരിക്കെതിരെ മഹിളാ ഐക്യവേദി പ്രവർത്തകർ കളക്ടറേറ്റ് ധർണ നടത്തി. രമ്യ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ ഐക്യവേദി കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും എല്ലാ പഞ്ചായത്തുകളിലും ലഹരി വിരുദ്ധ മഹിളാ സേന രൂപീകരിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു. രമ്യ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പറയുന്ന താഴെത്തട്ടിലുള്ള കച്ചവടക്കാരെ പിടിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നല്ലതിനെ ഒരിക്കലും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ ഇത് നടത്തുന്ന വഴിയിൽ ഈ പറയുന്ന ഓപ്പറേഷന് ശേഷം ഏറ്റവും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരുമായിട്ടുള്ള ഈ വ്യക്തികളെ 4 ദിവസം കഴിയുമ്പോൾ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ കഴിയും. എന്റെ ഓഫീസിൽ വന്നു പോകുന്ന ആളുകളെ കണ്ടിട്ടുള്ളതിന്റെ ഉറപ്പിൽ ഞാൻ പറയാം, ഒരാൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, അയാൾക്ക് നിയമസഹായം കിട്ടിയേ പറ്റൂ. ഈ പറയുന്ന മുഴുവൻ പ്രതികളും വക്കീൽ ഓഫീസുകളിൽ വന്ന് അവർക്ക് കൃത്യമായ പീരീഡിൽ കിട്ടേണ്ട ജാമ്യം നേടി അവർ പുറത്തു വരുന്നു. എങ്ങനെയാണ് 1, 2, 3, 10 ആയിക്കോട്ടെ 150 കേസുള്ള ഒരു പ്രതി എങ്ങനെയാണ് വീണ്ടും ലഹരി കടത്തിനകത്ത് പിടിയിലാകുന്നത്? മഹിളാ ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ഉമ അന്തർജനം അധ്യക്ഷയായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി രഗിഷ മനോജ്, ഷീജ ബാബുരാജ്, വിജയലക്ഷ്മി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് തെക്കേപ്പുറം പ്രവാസി ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന എലിസ്റ്റോ ടെഫ ഫുട്ബോൾ ടൂർണമെന്റിലേക്കുള്ള താരലേലം നടത്തി. മലബാർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങ് കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ലോകം ഫുട്ബോൾ ആവേശത്തിലായിരിക്കുന്ന ഈ വേളയിൽ ഫുട്ബോൾ പ്രേമികളുടെ സ്വന്തം കോഴിക്കോടും മറ്റൊരു ഫുട്ബോൾ മാമാങ്കത്തിന് വേദിയാക്കുകയാണ്. അതിന്റെ മുന്നോടിയായാണ് എലിസ്റ്റോ ടെഫ ഫുട്ബോൾ ടൂർണമെന്റിലേക്കുള്ള താരലേലം ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും നടന്നത്. മലബാർ ചേംബർ ഹാളിൽ നടന്ന ചടങ്ങ് കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. ലോക ഫുട്ബോളിന്റെ ഭൂപടത്തിൽ കളിക്കുന്നില്ല എങ്കിലും ഫാൻ ബേസിൽ നിന്ന് നമ്മൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക, ഡിസ്കഷൻ ചെയ്യപ്പെടുന്നു. ബ്രസീലിന്റെ മാച്ച് നമ്മൾ ഗാലറിയിൽ കണ്ടതിന്റെ കാഴ്ച ഇന്ന് ലോകം മുഴുവൻ. അപ്പൊ നമുക്കൊരു ചെറിയ ദൂരെ സഞ്ചരിക്കാൻ ബ്രസീലിൽ നിന്നുള്ള അപ്പൊ ആ ദൂരം സഞ്ചരിക്കാൻ ഈ നഗരത്തിൽ ശേഷിയുള്ള ആളുകളുടെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി അടിവരച്ച് പറഞ്ഞത്. ഇന്ന് തിങ്ക് ബിഗ്, പ്ലാൻ ബിഗ്, നമുക്ക് എത്താൻ കഴിയും. അതില് ഒരു തെക്കേപ്പുറത്തുകാരനായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുന്ന ടെഫ ചെയർമാൻ PM താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. 12 ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ച് 120 പ്രമുഖ താരങ്ങളാണ് ലേലത്തിൽ പങ്കെടുത്തത്. ജൂനിയർ വിഭാഗത്തിലെ മികച്ച ഗോൾ കീപ്പറായ താസിം യസീദ് ബറാമിയെ നവാഗതരായ കാസ്ക് ചെമ്മങ്ങാട് ടീമും, സീനിയർ വിഭാഗത്തിൽ നിഷാം കടാക്കിയെ കീപ് സി കുറ്റിച്ചിറ ടീമും റെക്കോർഡ് ലേലത്തുകയ്ക്ക് സ്വന്തമാക്കി. എലിസ്റ്റോ ചെയർമാൻ വസീം അസ്ലം ടൂർണമെന്റ് ട്രോഫി പ്രകാശനം ചെയ്തു. മെറാൾഡ് ജ്വൽ CMD അബ്ദുൾ ജലീൽ ഇടത്തിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്ക് മെമന്റോകൾ വിതരണം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി സാജേഷ് കുമാർ ലേലത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. CMC പ്രസിഡന്റ് ഫൗസൽ ഹസൻ, N ലബീബ്, PV യൂനസ്, ഹാഷിം കടീകാലകം, സാലി ബാറാമി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഷബീർ അഹമ്മദ്, PM താജുദ്ദീൻ, KM അക്താബ്, KV ജാബിർ എന്നിവർ ചേർന്നാണ് താരലേലം നിയന്ത്രിച്ചത്. ജൂലൈ 23 മുതൽ 27 വരെ ചെറുവണ്ണൂരിലെ അഡ്രസ് ടർഫ് ഗ്രൗണ്ടിലാണ് എലിസ്റ്റോ ടെഫ ഫുട്ബോൾ ടൂർണമെന്റ് അരങ്ങേറുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വള്ളിക്കുന്ന് സൈനിക കൂട്ടായ്മയുടെ വാർഷിക പൊതുയോഗം കോട്ടക്കടവിൽ നടന്നു. VT ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട വ്യക്തികളെയും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും ആദരിച്ചു. വള്ളിക്കുന്ന് സൈനിക കൂട്ടായ്മയുടെ ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും കോട്ടക്കടവിൽ നടന്നു. വള്ളിക്കുന്ന് മണ്ഡലം MLA VT ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് കാവലിരിക്കുകയും ഈ രാജ്യത്തിൻ്റെ പ്രകൃതി ദുരന്തങ്ങളടക്കമുള്ള എല്ലാ അപകട മേഖലകളിലും സ്വന്തം ജീവിതം തൃണവൽഗണിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി സർവ്വതും സമർപ്പിതമായിട്ടുള്ള നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇർഷാദ് അരിയല്ലൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ 100ാം വാർഷികം ആഘോഷിക്കുന്ന എക്സ് ആർമി ഉറവിങ്ങൽ മാധവൻ, മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് വി, വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അൽതാഫ് സുനിൽ, അണ്ടർ 20 നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിരീടം കേരളത്തിൽ എത്തിച്ച വള്ളിക്കുന്നിന്റെ അഭിമാന താരം മാസ്റ്റർ ഡാനിഷ്, കീം പരീക്ഷയിൽ ജില്ലയിൽ 1ാം റാങ്കും സംസ്ഥാനത്ത് 17ാം റാങ്കും നേടിയ മാസ്റ്റർ അഭിഷേക് CK, മികച്ച സേവനത്തിന് 2026 ശൗര്യ സമ്മാൻ പുരസ്കാരം ലഭിച്ച റിട്ടയർഡ് സുബേദാർ മേജർ കൃഷ്ണൻ T എന്നിവരെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. സൈനിക കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. സൈനിക കൂട്ടായ്മ പ്രസിഡന്റ് വേലായുധൻ പറമ്പിൽ അധ്യക്ഷനായിരുന്നു. വള്ളിക്കുന്ന് സൈനിക കൂട്ടായ്മ സെക്രട്ടറി മുരളീധരൻ K, രവീന്ദ്രൻ തറോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. എന്റെ പൂച്ച നിങ്ങളുടെയും എന്ന പുസ്തകം KEN കുഞ്ഞഹമ്മദ് പ്രകാശനം ചെയ്തു. റിട്ടയർഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അബ്ദുൾ ഗഫൂർ വായോളിയുടേതാണ് പുസ്തകം. സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച റിട്ടയർഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അബ്ദുൾ ഗഫൂർ വായോളിയുടെ കവിതാ സമാഹാരം എന്റെ പൂച്ച നിങ്ങളുടെയും എന്ന പുസ്തകം KEN കുഞ്ഞഹമ്മദ് പ്രകാശനം ചെയ്തു. ഒരു പുസ്തകത്തിന്റെ പ്രകാശനം പൂർണ്ണമാകുന്നത് അത് വാങ്ങി വായിക്കപ്പെടുമ്പോൾ മാത്രമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജീവിത മൂല്യങ്ങളെ ഉയർത്തിക്കാട്ടുന്ന കവിതകളാണ് അബ്ദുൾ ഗഫൂർ വായോളിയുടേതെന്നും KEN വ്യക്തമാക്കി. ചൂണ്ടിക്കാണിച്ച പോലെ ഈ പുസ്തകം എല്ലാവരും പണം കൊടുത്ത് വാങ്ങി ഇതിലെ കവിതകൾ വായിക്കുമ്പോൾ നമ്മുടെ വായനയിൽ വെച്ച് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം പൂർണ്ണമാകും. പുസ്തക പ്രസാധന രംഗം വലിയ വെല്ലുവിളികളെ നേരിടുന്നതായും മികച്ച പുസ്തകങ്ങളുടെ പിറവിക്ക് ഇച്ഛാശക്തിയും കാത്തിരിപ്പും അനിവാര്യമാണെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് എഴുത്തുകാരൻ സുദീപ് തെക്കേപ്പാട്ട് പറഞ്ഞു. ചടങ്ങ് സാമൂഹിക പ്രവർത്തകനായ ഡോക്ടർ MK ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പെരുമണ്ണയിലെ ചെങ്കതിർ കലാവേദി സംഘടിപ്പിച്ച പ്രകാശന ചടങ്ങിൽ കലാവേദി പ്രസിഡന്റ് AP അബ്ബാസ് അധ്യക്ഷനായിരുന്നു. പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ പുസ്തകം ഏറ്റുവാങ്ങി. കവി രാജീവ് പെരുമൺപുറ, രാധ, VP മുഹമ്മദ്, VM ഗോപാലകൃഷ്ണൻ, VP ശ്യാംകുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ മിക്ക ലൈബ്രറി റീഡിംഗ് റൂമുകൾക്കും ജനലുകൾ ഇല്ലെന്നും ഉണ്ടെങ്കിൽ തന്നെ പ്രവൃത്തി സമയങ്ങളിൽ തുറന്നിടുന്നില്ലെന്നും ഗ്ലോബൽ പേഷ്യൻസ് വെൽഫെയർ ട്രസ്റ്റ് ജനലുകളില്ലാത്ത സ്ഥലങ്ങളിൽ ജനലുകൾ സ്ഥാപിക്കണമെന്നും ചെയർമാൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വായനശാലകൾ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ, കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ. ഇതൊക്കെ തന്നെ റീഡിംഗ് റൂമുകൾക്ക് ഈ ജനലുകളില്ല. അവിടെ എന്നാൽ ജനലുകളുള്ള റീഡിംഗ് റൂമുകൾ തുറന്നിരുന്നുമില്ല. അതുകൊണ്ട് അനേകം കാലങ്ങളോളം മാസങ്ങളോളം ആ ഉച്ഛ്വാസമായി തങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് പല തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്നുണ്ട്.
വരുന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി അങ്ങനത്തെ ഒരു ബോധമൊന്നുമില്ല. അത് വരുന്നു വായിക്കുന്നു, ഇതല്ലാതെ അങ്ങനെ പോകുന്നതെന്നല്ലാതെ ചില കാര്യങ്ങളോടൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ചെയ്യുന്നുമില്ല. പിന്നെ ലൈബ്രറി കമ്മിറ്റിക്കാരോട് ഇക്കാര്യം പറയും, ആളെ ജനലുകൾ തുറന്നിടണം, പിന്നെ ഈ ഉള്ള ജനലുകൾ തുറന്നിടണം, ഇല്ലാത്തതിന് ജനൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് വായു രോഗം ഇതുകൊണ്ട് വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize, Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡയമണ്ട് പ്ലസ് കോഴിക്കോട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ഒരുക്കി. മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയായ ഡയമണ്ട് പ്ലസ് കാലിക്കറ്റും കോംട്രസ്റ്റ് ഐ ഹോസ്പിറ്റലും സംയുക്തമായി കോഴിക്കോട് കോർപ്പറേഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു പരിശോധനാ ക്യാമ്പ്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സേതു മാധവൻ, കോംട്രസ്റ്റ് സെക്രട്ടറി രാമചന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ KL ബാബു, സെയ്ദ് അക്ബർ, VP മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതസേന അംഗങ്ങൾക്കായി ഡയമണ്ട് പ്ലസ് നൽകുന്ന മഴക്കോട്ട് വിതരണത്തിന്റെ ഉദ്ഘാടനം മേയർ നിർവഹിച്ചു. നേത്ര പരിശോധനയിൽ കണ്ണട ആവശ്യമായ ഹരിതസേന അംഗങ്ങൾക്ക് കണ്ണട ഡയമണ്ട് പ്ലസ് സൗജന്യമായി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ കവിത ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ പ്രൊഫസർ OJ ചിന്നമ്മ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരി വിരുദ്ധ കവിതാലാപന മത്സരത്തിൽ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ P ആത്മീയ 1ാം സ്ഥാനവും ഐശ്വര്യരാജ് 2ാം സ്ഥാനവും സാമൂലിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഋതുപർണ 3ാം സ്ഥാനവും നേടി. പ്രശ്നോത്തരി മത്സരത്തിൽ BEM ഗേൾസ് HSSലെ P ലുലു ഫാത്തിമ KC രാമചന്ദ്രൻ സ്മാരക അവാർഡും സെന്റ് വിൻസെന്റ് കോളനി HSSലെ T നിവേദിത CP ജയദേവൻ സ്മാരക അവാർഡും പ്രൊവിഡൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ KC നയോമി ഹാജി മാഹിൻ നേരോത്ത് സ്മാരക അവാർഡും കരസ്ഥമാക്കി. പ്രൊഫസർ OJ ചിന്നമ്മ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജോസഫ് പൂതക്കുഴി, ഡോക്ടർ P ശ്രീമാനുണ്ണി, ഡോക്ടർ പ്രശാന്ത് ബാവ, സഫിയ അലി, രത്ന ജയദേവൻ, ഇയച്ചേരി പത്മിനി, BK കൗസല്യ, VK ദാമോദരൻ, പൊയിലിൽ കൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണക്കാല ടൂറിസ്റ്റ് ട്രെയിൻ വിമാനയാത്രാ പാക്കേജുമായി ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. ഉത്തരേന്ത്യയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കോർത്തിണക്കിയാണ് ഭാരത് ഗൗരവ് ട്രെയിൻ സർവീസും വിമാനയാത്രാ പാക്കേജുകളും ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 22-ന് കേരളത്തിൽ നിന്നും പുറപ്പെട്ട് സെപ്റ്റംബർ 2-ന് തിരിച്ചെത്തുന്ന രീതിയിലാണ് ഭാരത് ഗൗരവ് ട്രെയിൻ യാത്ര. സബർമതി ആശ്രമം, അക്ഷർധാം ക്ഷേത്രം, ഏകതാ നഗരി, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ചെങ്കോട്ട, രാജ്ഘട്ട്, ലോട്ടസ് ടെമ്പിൾ, കുത്തബ് മീനാർ, ഇന്ത്യ ഗേറ്റ്, ജന്തർ മന്ദിർ, ഹവാ മഹൽ, താജ്മഹൽ, ജയ്പൂരിലെ അംബർകോട്ട, സിറ്റി പാലസ് എന്നിവയാണ് ഈ യാത്രയിൽ സന്ദർശിക്കുക. തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം ടൗൺ, തൃശൂർ, ഷൊർണൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവയാണ് ഈ ട്രെയിനിന്റെ കേരളത്തിലെ ബോർഡിംഗ് സ്റ്റേഷനുകളെന്ന് IRCTC എറണാകുളം JGM P സാം ജോസഫും സീനിയർ എക്സിക്യൂട്ടീവ് വിനോദ് നായരും അറിയിച്ചു. ഫസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം വെക്കേഷൻ സ്പെഷ്യൽ ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ ആണ്. അത് സ്റ്റാർട്ടിങ് ട്രിവാൻഡ്രത്താണ്, ബട്ട് വയ കോഴിക്കോട് കൊങ്കൺ റൂട്ടിലാണ് പോകുന്നത്. സോ ദാറ്റ് എൻറ്റയർ കേരള
ഗസ്റ്റിനെ കവർ ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നേരത്തെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത ടൂർസ് ചിലപ്പം 1 വേ കോഴിക്കോടും അതർ വേ പാലക്കാട് വഴിയാണ് വരുന്നത്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ കോഴിക്കോട് ഈ സൈഡിൽ നിന്ന് പോകുന്നവർക്ക് തന്നെ തിരിച്ച് അതേ റൂട്ടിൽ തന്നെ വന്ന് ഇറങ്ങാനുള്ള സൗകര്യത്തിനാണ് ഈ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കോഴിക്കോട്ട് നിന്നും ഹൈദരാബാദിലേക്ക് 4 ദിവസത്തെ വിമാനയാത്രാ പാക്കേജ് ഓഗസ്റ്റ് 27 പുറപ്പെടും. വിവരങ്ങൾക്കും ബുക്കിംഗിനും www.irctctourism.com എന്ന വെബ്സൈറ്റിലൂടെയോ 8287932098 എന്ന നമ്പറിലൂടെയോ ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി കാവ്യസായാഹ്നം സംഘടിപ്പിച്ചു. പുതുതലമുറയിലെ ശ്രദ്ധേയനായ കവി ബിജു വി രാഘവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് സി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഗിരിജ, പഞ്ചായത്ത് അംഗം IP ഗീത എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കാവ്യസായാഹ്നം പരിപാടിയിൽ സുരേഷ് പാറപ്പുറം, ജോബി മാത്യു, റോയ് കാരാത്ര, EP രത്നാകരൻ, C ദാമോദരൻ നായർ, ഷിജു പാവയിൽ, പ്രബി പുനത്തിൽ, KP മുഹമ്മദ് കോയ, ഷിനിജ വിനയചന്ദ്രൻ, പ്രമീള മുകുന്ദൻ, ഡോക്ടർ P ശ്രീമാൻ ഉണ്ണി എന്നിവർ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T ദിവാകരൻ സ്വാഗതവും വായന പക്ഷാചരണം പരിപാടി കോർഡിനേറ്റർ ഗിരീഷ് ആംബ്ര നന്ദിയും പറഞ്ഞു. സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന് ബേപ്പൂർ വില്ലേജിൽ വാർഡ് 50 തുടക്കമായി. സജീർ എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K രാജീവ് തൈകൾ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ കൃഷി ഓഫീസർ ഷമാ ബീഗം പദ്ധതി വിശദീകരിച്ചു. കൗൺസിലർമാരായ തസ്ലീന, നിമ്മി എന്നിവർ സംസാരിച്ചു. രാജീവ് തിരുവച്ചിറ, കാർത്തികേയൻ, രാജേഷ്, പ്രകാശൻ, രജനി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ റഹീന KT, കൃഷി അസിസ്റ്റന്റ് രേഷ്മ TK എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതര രാജ്യങ്ങളുമായി മത്സരിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ശാക്തീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ചർച്ചകൾ ചെയ്തു മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഓണക്കാല ടൂറിസ്റ്റ് ട്രെയിൻ വിമാനയാത്രാ പാക്കേജുകളുമായി IRCTC. തെക്കേപ്പുറം പ്രവാസി ഫുട്ബോൾ അസോസിയേഷന്റെ എലിസ്റ്റോ ടെഫ ഫുട്ബോൾ ടൂർണമെന്റിനായി താരലേലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.